ജഗൻ മൂവീസ് വേൾഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് റൂട്ട് ഓഫ് ദ പ്രോബ്ലം എന്ന സിനിമയെ കുറിച്ചാണ്. നമ്മളൊക്കെ ഉണ്ടല്ലോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുക്കുന്നത് എന്തിനാ? പൈസയ്ക്ക് വേണ്ടിയല്ലേ? ഇന്ന് പണമില്ലാത്തവന് നാട്ടിൽ ജീവിക്കാൻ തന്നെ പറ്റില്ല. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാട്ടോ നമ്മുടെ ക്യാരക്ടർ. ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, കുറച്ച് ക്യാഷ് ഒക്കെ ആയി കഴിയുമ്പോൾ അവൻ്റെയൊക്കെ സ്വഭാവം മാറി എന്നുള്ളത്. ഇവിടെ നമ്മുടെ ഹീറോ പോൾ ഭയങ്കര കഞ്ചൂസാ. എന്ത് കാര്യത്തിനും കാശ് ചെലവാക്കാൻ അവന് ഭയങ്കര മടിയാ. അങ്ങനെയുള്ള അവന് ഒരു പണം കാക്കുന്ന മരം കിട്ടിയാലോ എന്തായിരിക്കും സ്ഥിതി? എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും അവന് സംഭവിക്കുക? കുറച്ച് ഫാന്റസിയൊക്കെ നിറഞ്ഞ ഈ ഒരു സിനിമ ഒരു ഫാമിലി കോമഡി ഡ്രാമയിലൂടെയാണ് അവതരിപ്പിച്ചേക്കുന്നത്. അപ്പൊ ഇനി ഞാൻ കൂടുതലായൊന്നും പറയുന്നില്ല, നേരെ സിനിമയിലേക്ക് പോവാണ്. അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. എന്നാ പിന്നെ മൂവിലോട്ട് പോവാം. സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ ഹീറോ പോളിനെ കാണിക്കാട്ടോ. ആളൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആളൊരു വില്ലാളി വീരനാ. ഉദാഹരണത്തിന് അവനൊരു വീട് വിൽക്കാൻ കമ്പനി ഏൽപ്പിച്ച അവനത് എന്ത് വില കൊടുത്തും ചെയ്തിരിക്കും. ദേ ഇപ്പൊ തന്നെ പോണത് ഒരു വീട് വിൽക്കാനാ. അതിനവൻ എന്തൊക്കെ സൂത്രപ്പണികളാ ചെയ്യാൻ പോണെന്ന് നോക്കിക്കോ. അതിനാദ്യം വീട് വാങ്ങുന്നവർ എത്തുന്നതിന് മുമ്പേ അവൻ ആ വീട്ടിലെത്തും. എന്നിട്ട് അലങ്കോലമായി കിടക്കുന്ന ആ വീട് ആകെ ഒന്ന് സെറ്റാക്കി എടുക്കും. എന്തിനേറെ പറയുന്നു, അവിടെ ഒരു ടാപ്പ് കംപ്ലൈന്റ് ചെറുതായ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നായിരുന്നു. അത് നിർത്താൻ വേണ്ടി അവൻ എന്താ ചെയ്തെന്നറിയോ? ആ ടാപ്പിന്റെ അടിയിൽ അവൻ തിന്നുകൊണ്ടിരുന്ന ബബിൾക്കം കണ്ടുപിടിച്ചു. ശേഷം ആ വീട് വാങ്ങാൻ വന്നവരെ നല്ല രീതിയിൽ വാചകടിച്ചു വീഴ്ത്തിയും അവൻ ആ വീട് വാങ്ങിപ്പിച്ചു. അമ്മ അതിലൊരു മുതലാത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവൻ നേരെ ഓഫീസിലോട്ട് പോവാട്ടോ. അവിടെ ചെല്ലുമ്പോൾ അവന്റെ ഫ്രണ്ടും കൊളീഗും ഒക്കെ ആയ ജാക്ക് ഉണ്ടാവും. അപ്പൊ അവന്റെ മുഖത്ത് ഒരു 100 വാൾട്ട് ബൾബിന്റെ പ്രകാശം കാണുമ്പോൾ തന്നെ ജാക്ക് ചോദിക്കും, നീ ആ പൊട്ട വീട് ഏതോരത്തിന്റെ തലയിൽ കെട്ടിവെച്ചല്ലേ? പിന്നെ വിൽക്കാതെ? നിനക്കറിയാലോ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിയാ ഇത് നടത്താതെ വരില്ലെന്ന്. ഇപ്പൊ എങ്ങനെയാ? ഈ മാസത്തെ സെയിൽസ് ഓഫ് ദ മന്തും ഞാനല്ലേ? ഓഹ്, അതെപ്പോഴും നീ തന്നെയല്ലേ? എന്നാ ഓക്കെ മച്ചാ, ഈവനിങ് നീ വൈഫിനെയും കൂടി ഇറങ്ങ്, നമുക്ക് ചെറുതായി ഒന്ന് ആഘോഷിക്കാം. അപ്പൊ ജാക്ക് അതിന് സമ്മതിക്കാം. അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നത് വൈകുന്നേരം പോളിന്റെ വീടാ. അവിടെ ഇപ്പൊ ജാക്കും അവന്റെ വൈഫും വന്നിട്ടുണ്ട്. അവരങ്ങനെ ആ മൊമെന്റ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോളിന്റെ വൈഫായി മെർലിന് ഒരു കോള് വരുവാ. അതെന്താന്ന് വെച്ചാ ജോൺ എന്ന് പറഞ്ഞ അവൾ എടുത്തു വളർത്തിയ അങ്കിള് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. ഇത് കേൾക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടാവും. അവൾ കരഞ്ഞുകൊണ്ട് പതിയെ റൂമിലോട്ട് പോകും. അപ്പൊ ജാക്കും വൈഫും എന്നാൽ ഞങ്ങൾ പോയിട്ട് വേറൊരു ദിവസം വരാടാന്ന് പറഞ്ഞ് അവിടുന്ന് പോവാ. ഈ സമയം റൂമിൽ പോയ പോളിന്റെ വൈഫ് മെർലിൻ അവളുടെ അങ്കിൾ ഗിഫ്റ്റ് ചെയ്ത ഒരു ലോക്കറ്റ് നോക്കി കരഞ്ഞുകൊണ്ടിരിക്കാനി. അപ്പൊ പോൾ വന്ന് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അവിടുന്ന് സീൻ കട്ടായിൽ പിന്നെ കാണിക്കുന്നത് പോളും മെർലിനും കൂടി അങ്കിൾ ജോണിന്റെ ലോയറെ കാണാൻ വന്നേക്കുന്നതാ. ഈ സമയവും നമ്മുടെ മെർലിൻ ഭയങ്കര സങ്കടത്തിലാ. എന്നാൽ പോളാണെങ്കിലോ ഭയങ്കര സന്തോഷത്തിലും. അതിന്റെ കാരണം മരിച്ച ജോൺ കല്യാണം കഴിച്ചെങ്കിലും കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അയാളുടെ സ്വത്ത് തന്റെ ഭാര്യയായ മെർലിന് കിട്ടും. അതായത് തനിക്കും കൂടി കിട്ടും. ഇത് ഓർത്തിട്ടായിരിക്കും ആ സന്തോഷം. അങ്ങനെ അവർ സംസാരിക്കുന്നതിനിടയിൽ ജോണിന്റെ ഫ്രണ്ടായ ലോയ അവർക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ശേഷം അവർ വിൽപത്രം വായിക്കാം. അപ്പൊ അതിൽ എഴുതിയിരിക്കുന്നത് തന്റെ വീട് പോളിനെ കൊണ്ട് വിപ്പിച്ച് ആ പണം ചാരിറ്റിക്ക് കൊടുക്കണമെന്നാ. ഇത് കേൾക്കുമ്പോൾ പോളൊക്കെ തകർന്നു പോവാ. വല്ല ചാരിറ്റിക്കും കൊടുക്കാനാണെങ്കിൽ തന്റെ വീട് എന്തിനാണോ എന്നെ കൊണ്ട് വിപ്പിക്കുന്നത്? ഒരു കോപ്പിൽ അങ്കിൾ വന്നേക്കുന്നത് എന്നൊക്കെ അവൻ മനസ്സിൽ പറയാ. ഈ സമയം വക്കീല് പിന്നെ പോളിനെ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിക്കാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന് പറയാ. ഓ, അപ്പൊ അങ്കിള് ഞാൻ വിചാരിച്ചത്ര തെറ്റിയല്ല എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അതെന്താന്ന് പോൾ ചോദിക്കുക. അപ്പൊ ലോയർ ഒരു ചെടിച്ചിട്ടി എടുത്ത് അവന്റെ മുമ്പിലേക്ക് വെക്ക. ഇതാണ് ജോൺ പ്രത്യേകം നിങ്ങളെ പറഞ്ഞേൽപ്പിക്കാൻ പറഞ്ഞത്. അപ്പോ ഇത് കണ്ട പോളിന് എന്താ പറയേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥയെ. എന്നാ അവന്റെ ഭാര്യ മെർലിന് സന്തോഷം കൊണ്ട് കണ്ണു നിറയാ. അങ്കിളിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടിയായിരിക്കും, അതായിരിക്കും പോളിനോട് നോക്കാൻ പറഞ്ഞത് എന്നൊക്കെ വളരെ ഇമോഷണലായി കരഞ്ഞുകൊണ്ട് അവൾ പറയാ. അപ്പോഴും പോൾ മനസ്സിൽ പറയുന്നുണ്ട്, ഈ കോപ്പിലെ ഗിഫ്റ്റ് കിട്ടിയതിന് നീ എന്തിനാടി കരയണേ? ഞാനല്ലേ കരയണ്ടേത്? അവിടുന്ന് സീൻ കട്ടായിൽ പിന്നെ കാണിക്കുന്നത് പോളും മെർലിനും വീട്ടിലെത്തി വഴക്കിടുന്നതാ. എന്നാലും നിന്റെ ജാക്കങ്ങള് എന്ത് കോപ്പിൽ അങ്കിളാടി? ആ വീട് വെക്കുമ്പോ എന്തെങ്കിലും ഒരു ഷെയർ തരാണ്ട് ഒരു ചട്ടിയും അതൊരു ചെടിയും തന്നേക്കണു. അപ്പൊ മെർലിൻ, നിങ്ങൾ എന്ത് മനുഷ്യനാണോ? ഒരാൾ മരിക്കുന്നതിന് മുമ്പാന്ന് ഗിഫ്റ്റിനെ പറ്റി ഇങ്ങനെയൊക്കെയാണോ പറയുന്നേ? ദേ, മര്യാദയ്ക്ക് ആ ചെടിച്ചട്ടി നോക്കിക്കോ, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. അപ്പോ വേറെ വഴിയില്ലാണ്ട് പോള് തൽക്കാലം അത് അവിടെ എടുത്തു വെച്ച് ഓഫീസിലോട്ട് പോവാ. അവിടെ ചെല്ലുമ്പോ അവന്റെ ഫ്രണ്ട് ജാക്ക് ചോദിക്കും, എന്താടാ നിന്റെ മുഖം വല്ലാണ്ടിരിക്കണേ? അങ്കിൾ മരിച്ചെന്റെ സങ്കടമൊന്നും മാറിയില്ലേ? ഒന്ന് പോയാടാ അവിടുന്ന്. അയാളെ കുറിച്ച് ഓർക്കുമ്പോ സങ്കടമല്ല, വാരി തെറിയ വന്നെ. മക്കളൊന്നും ഇല്ലാത്ത കാരണം എന്തെങ്കിലും കാര്യമായിട്ട് തടയൂന്ന് വെച്ചതാ. അപ്പോ ഒരു ചെടിച്ചെടി തന്നിട്ട് ബാക്കിയെല്ലാം ചാരിറ്റിക്ക് എഴുതി വെച്ചേക്കാ. അതോ അയാളുടെ വീട് ഞാൻ വിറ്റ് ആ പൈസ ഞാൻ തന്നെ ചാരിറ്റിക്ക് കൊടുക്കണം? ഒരു കമ്മീഷൻ പോലും കിട്ടില്ലെന്നേ.
എന്നാ കമ്മീഷൻ കിട്ടുന്ന ഒരു കാര്യം ഞാൻ പറയാം. എൻ്റെ കയ്യിൽ വിൽക്കാൻ കിടക്കുന്ന ഒരു ഫാക്ടറി ഉണ്ട്. കുറച്ച് നാളായി ഞാനത് നോക്കണു, പക്ഷെ നടക്കണില്ല. നീ അത് കച്ചവടാക്കി തന്നാ നല്ലൊരു കമ്മീഷൻ നിനക്ക് തരാം. ഹോ, നീയെങ്കിലും ഇന്നൊരു നല്ല കാര്യം പറഞ്ഞല്ലോ. അത് നീ പേടിക്കണ്ട, ഞാൻ സെറ്റാക്കി തരാം എന്ന് പോൾ പറയാ. അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് പോളും മെർലിനും രാത്രി കിടക്കാൻ നേരത്ത് സംസാരിക്കുന്നതാ. അപ്പൊ അവൻ ജാക്ക് ഫാക്ടറി വിൽക്കാൻ പറഞ്ഞ കാര്യം പറയാ. അപ്പൊ മെർലിൻ, അതവിടെ നിൽക്കട്ടെ, എൻ്റെ അങ്കിളുടെ വീട് നിൽക്കണ കാര്യം എന്തായി? അപ്പൊ അവൻ, ഓ അതോ, അതും സെറ്റാക്കാന്ന് പറയും. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ പോളും മക്കളും ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാ. അപ്പൊ അവന്റെ പയ്യൻ പറയും, അമ്മേ ഇന്നത്തിരി ഫുഡ് കൂടുതൽ വെക്കണേ, ഞങ്ങളിപ്പോ ഫുഡ് ഷെയർ ചെയ്താ കഴിക്കുന്നേ. അപ്പൊ പോൾ, എന്തിനാണ് കൂടുതൽ വെക്കണേ? നിനക്ക് തന്നെ തരാൻ ഞാൻ എന്തോരം കഷ്ടപ്പെടണേന്നറിയോ? അപ്പൊ നിന്റെ ഫ്രണ്ട്സിനും കൂടി തരണമെന്ന് പറഞ്ഞാ? ഇതേക്കുമ്പോ അവന്റെ മകൻ, ഹോ അപ്പൊ എന്തിനു എച്ചിയാന്ന് പറഞ്ഞ് അവിടെ നീണീറ്റ് പോവാ. ഇതിന്റെ ഇടയിൽ അപ്പോ മെർലിൻ വന്ന് പറയുന്നുണ്ട്, അതെ എന്റെ അങ്കിളിന്റെ ചെടി നിങ്ങൾ എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നേ? മര്യാദക്ക് നമ്മുടെ ബാക്കിലെ ഷെഡില് അത് സെറ്റാക്കി വെച്ചോ, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറേ. ഹോ, ഞാനിന്ന് ഇത്തിരി നേരത്തെ വന്ന് വൈകുന്നേരം സെറ്റാക്കി വെച്ചോളാം മെർലിൻ എന്ന് പറഞ്ഞ് അവൻ ഓഫീസിലോട്ട് ഇറങ്ങാം. അങ്ങനെ ഓഫീസിലെത്തി ഒരു പ്ലോട്ട് കാണാൻ പോകുന്നതിനിടയിൽ ജാക്കും പോളും ഒരു കോഫി കുടിക്കാനായി കയറാം. അപ്പൊ എവിടെന്നോ ഒരു പിച്ചക്കാരൻ വന്ന് അവനോട് കാശ് ചോദിക്കാ. ഓ, കാശാണെങ്കിൽ പുറകെ വരുന്നവൻ്റെ വാങ്ങിച്ചോന്ന് പറഞ്ഞ് ജാക്ക് നൈസായിട്ട് അവിടുന്ന് പോവും. അവന്റെ ഇച്ചിത്തരം ഒന്നുകൂടി എടുത്ത് കാണിക്കുന്ന ഇവിടെ. ശേഷം അവന്റെ ഫ്രണ്ട് ജാക്ക് കമ്പനി വിൽക്കുന്ന കേസ് എന്തായെന്ന് ചോദിക്കുക. അതിനാദ്യം കമ്പനി നന്നായിട്ടൊന്ന് വൃത്തിയാക്കണം, എന്നിട്ട് നമുക്ക് ക്ലയൻസിനെ കൊണ്ടൊന്ന് കാണിക്കാം. ആ പിന്നെ എനിക്ക് ഡബിൾ കമ്മീഷൻ തന്നോട്ടാ. ഡബിൾ കമ്മീഷനാ മച്ചാ? ഞാൻ എന്റെ ഫ്രണ്ട് അല്ലേ? ഡാ, ഞാൻ ഫ്രണ്ട്സ് വിഷയത്തിൽ കാശ് നോക്കാറില്ല, കാശിന്റെ കാര്യത്തിൽ ഫ്രണ്ട്സിനെ നോക്കാറില്ല. അതെ, ഞാൻ പോവാണ്. ഇന്ന് അങ്കിളിന്റെ ചെടി വീടിന്റെ ബാക്കിൽ സെറ്റാക്കണം, അല്ലെങ്കിൽ അവൾ എന്നെ സെറ്റാക്കുന്നു പറഞ്ഞ് പോൾ അവിടുന്ന് പോവാ. അങ്ങനെ വീട്ടിൽ ചെന്നപ്പോൾ വീടിന്റെ ബാക്ക് സൈഡിലെ ഷെഡ് ശരിയാക്കി ആ ചെടി അവിടെ വെച്ച് അവിടെ ഇരുന്ന് ഒരു ചായയും കുടിക്കാം. അപ്പോഴാണ് പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, ആ ചെടിയിൽ പൂവുണ്ടാവുന്ന പോലെ ക്യാഷ് ഉണ്ടായി കിടക്കണു. ഉടനെ പോൾ അതിലൊരെണ്ണം കൊടുത്ത് അത് ഒറിജിനൽ ആണോ നോക്കാ. അവൻ ഞെട്ടിപ്പോ, ഇത് ഒറിജിനൽ നോട്ടാ. ഉടനെ അവൻ അതിലുണ്ടായ ക്യാഷ് എല്ലാം പറിച്ചെടുത്ത് മാറ്റും. ഈ സമയം അവിടേക്ക് ആ ചെടി സെറ്റ് ചെയ്ത് കാണാനായിട്ട് മെർലിനും പിള്ളേരും വരുവാ. ക്യാഷ് എടുത്ത് മാറ്റിയതുകൊണ്ട് അവര് വന്ന് നോക്കുമ്പോൾ ഇത് ക്യാഷ് ഉണ്ടാവണം വരാമെന്ന് അവർക്ക് മനസ്സിലാവില്ല. പക്ഷേ ഇവരങ്ങോട്ട് വന്നപ്പോ പോളിന്റെ ആ വെപ്രാളവും ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് മെർലിന് തോന്നും. താനിവിടെ നിന്നാ അവരിപ്പോഴും ഇവിടുന്ന് മാറുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടുന്ന് പോവാ. എന്നിട്ട് അവൻ ഒളിഞ്ഞു നോക്കുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ എന്ന്. ഇല്ലാന്ന് മനസ്സിലായതോടെ അവൻ പുറത്തേക്ക് തന്നെ പോവാ. നേരെ പോണത് ജാക്ക് പറഞ്ഞ ആ കമ്പനി കാണാനായിരിക്കും. അപ്പൊ ജാക്ക് അവിടെ പുറത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. പോള് വരുമ്പോ അവനെ കമ്പനിയുടെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി എല്ലാം കാണിച്ചു കൊടുക്കുക. അപ്പോ അവിടെ മൊത്തം പൊടി പിടിച്ച് കിടക്കായിരിക്കും. ഇത് കാണുമ്പോൾ തന്നെ പോൾ പറയും, എന്തുവാണ് അത്, ഇങ്ങനെ കിടക്കുന്ന സ്ഥലമൊന്നും ആരും വാങ്ങാൻ പോകുന്നില്ല. ആദ്യം ഇതൊന്നും മര്യാദയ്ക്ക് ക്ലീൻ ചെയ്യണം, എങ്കിലേ ഒരാളെ കൊണ്ടുവന്ന് കാണിക്കാനെങ്കിലും പറ്റൂ. പിന്നെ അവിടെ ചെയ്യേണ്ട ചില പൊടിക്കൈകളും പറഞ്ഞു കൊടുത്ത് പോൾ വേഗം വീട്ടിലോട്ട് പോവാ. വീട്ടിൽ ചെന്ന് നേരെ പോണത് ബാക്കിലെ ഷെഡിലേക്കാ. ഷെഡ് തുറന്നു നോക്കുമ്പോ വീണ്ടും ചെടിയിൽ കാശുണ്ടായി കിടക്കണു. ഇത് കണ്ടവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാ. ഈ ചെടി എനിക്ക് തരാൻ മാത്രം അത്രയ്ക്ക് ഇഷ്ടമായിരുന്നോ അങ്കിൾ തന്നെ? ഹോ, ആ ജോണങ്കളിനെ ആണല്ലോ ഞാൻ മനസ്സിലിട്ട് ഇമാതിരി തെറി പറഞ്ഞെന്നോർത്ത് അവന് വിഷമം വരുന്നുണ്ട്. ശേഷം അവൻ ആ ക്യാഷ് എല്ലാം എടുത്ത് ഷെഡും പൂട്ടി ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലാ. അവൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോന്നറിയാൻ. അവക്കൊന്നും മനസ്സിലായിട്ടില്ലാന്നറിയുമ്പോൾ ഒരു മുത്തൊക്കെ കൊടുത്ത്, ജോണങ്കിൾ എനിക്ക് തന്ന ചെടിയല്ലേ, അതിനെ ഞാൻ തന്നെ നോക്കിക്കോളാന്ന് പറയാ. ഇത് കേൾക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷാവും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്നത് പിറ്റേ ദിവസം രാവിലെ ജോണിന്റെ മക്കൾ സ്കൂളിൽ നിന്ന് ടൂർ പോകാനായി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാ. സാധാരണ ടൂർ പോകുമ്പോൾ അവർക്ക് ചിലവര് കാശൊന്നും കൊടുക്കാറില്ല. എന്ന് ഇത്തവണ ജോൺ രണ്ടുപേർക്കും $100 വെച്ച് കൊടുക്കാ. ഇത് കണ്ട് പിള്ളേര് ഞെട്ടിപ്പോവാ, ഇത് ഞങ്ങളുടെ അപ്പം തന്നെയാണോന്ന് ഓർത്ത്. പിന്നെ പിള്ളേര് പോയ ശേഷം അവന്റെ വൈഫ് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ഇതെന്ന്. അപ്പൊ അവൻ, ഇനി മുതൽ ഇങ്ങനെയാ, നമ്മുടെ ലൈഫ് മാറാൻ പോവാന്ന് പറയും. ശേഷം ഭാര്യനെ വീട്ടിൽ പറഞ്ഞു വിട്ടിട്ട് അവൻ ആ ഷെഡ് തുറന്ന് ചെടിയിലെ ക്യാഷ് എല്ലാം എടുക്കാ. എന്നിട്ട് അവൻ നേരെ പോണത് ഒരു പുല്ല് വെട്ടുന്ന വണ്ടി വാങ്ങാനാ. അവന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരിക്കും അത്. അതവൻ റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങാ. എന്നിട്ടത് വീടിന്റെ ബാക്ക് സൈഡിൽ കൊണ്ടുവന്നിട്ട് കൊച്ചു കുട്ടികളെ പോലെ ഓടിച്ച് കളിക്കാ. വൈകുന്നേരം ആകുമ്പോ ജോലി കഴിഞ്ഞ് മെർലിൻ വരാട്ടോ. പിള്ളേരോട് പപ്പ എന്തെന്ന് നോക്കുമ്പോ പുറകെ പോയി നോക്കാൻ പറയും. അവളിത് കാണുമ്പോ പൂർണ്ണ വീടിന്റെ അകത്തേക്ക് വിളിക്കാ. എന്നിട്ട് അവർ സംസാരിക്കും. അപ്പൊ മെർലിൻ, ഇതിനു മുമ്പ് നമ്മുടെ ലൈഫ് എങ്ങനെയാണെന്ന് അറിയാമോ? എന്തു വന്നാലും നമ്മൾ ഒരുമിച്ച് തീരുമാനം എടുക്കും. ക്യാഷ് സ്പെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു കൺട്രോൾ ഉണ്ടായിരുന്നു. ഇതിപ്പോ എന്താ കാണിക്കുന്നേ? അല്ലെങ്കിൽ തന്നെ എവിടുന്ന് ഇത്രയും പണം? നിങ്ങൾ എന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും മറക്കുന്നുണ്ടോ? ഹേയ്, അങ്ങനെയൊന്നും ഇല്ലടി. ഇത് പ്രൈവറ്റായി ഒരു സ്ഥലം വിറ്റപ്പോ കുറച്ച് കമ്മീഷൻ കിട്ടി. അപ്പൻ്റെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ വാങ്ങിച്ചതാ എന്നൊക്കെ പറഞ്ഞ് അവനവിടെ സമാധാനിപ്പിക്കുക. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. അവിടെ അപ്പോ ജോണകളുടെ ഫ്രണ്ട് റോ വന്നേക്കാ.
അയാൾ നടത്തുന്ന അനാഥാലയത്തിലേക്ക് എന്തെങ്കിലും ഡൊണേഷൻ ചോദിച്ച്. ഉടനെ പോൾ തന്റെ ചെക്ക് ബുക്ക് എടുത്ത് ഒരു $10,000 എഴുതി കൊടുക്കാ. ഇത് കാണുന്ന മെർലിനും പിള്ളേർക്കും പിന്നെ അത്ഭുതമാവട്ടോ. 10 പൈസ കൊടുക്കാത്ത ആളാ ഇപ്പൊ $10,000 ഡൊണേഷൻ കൊടുക്കുന്നേ. ശേഷം പിള്ളേരും മെർലിനും വീട്ടിൽ നിന്ന് പോയ ശേഷം അയാൾ വീണ്ടും ആ ഷെഡ് തുറന്ന് ചെടിയിലെ പൈസയെല്ലാം എടുക്കാ. ഇത്തവണ അവൻ വിചാരിച്ചാലും കൂടുതൽ പൈസ ഉണ്ടാവും. അതുകൊണ്ട് അവൻ ആ പൈസയെല്ലാം ഒരു സൂക്കേസിലേക്ക് മാറ്റി തന്റെ കട്ടിൽമേറ്റ് സന്തോഷം കൊണ്ട് അതിന്റെ മേലെ കിടക്കുന്നുണ്ട്. അങ്ങനെയെല്ലാം കഴിഞ്ഞ് ഓഫീസിലോട്ട് പോവാനെ ഇറങ്ങുമ്പോൾ അവന്റെ കാർ കണ്ടിട്ട് അതൊരു തകരപ്പെട്ടി പോലെ അവന് തോന്നാം. അപ്പോ പോൾ ഒരു കാർ വാങ്ങാൻ തീരുമാനിക്കാ. പോളിന് ഇഷ്ടപ്പെട്ട ഒരു പോർഷോ കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവൻ ആ ഷോറൂമിൽ ചെന്ന് ചുമ്മാ അതിന്റെ വിലയൊക്കെ ചോദിക്കും. പോളിനെ കാണുമ്പോൾ ആ സെയിൽസ്മാൻ എന്താ സാർ കാറിന്റെ വില അറിയാൻ വന്നതാണോ എന്ന് ചോദിക്കാ. അപ്പൊ അവൻ ഹേ ഇത്തവണ കാർ വാങ്ങാനാ വന്നേ, അതിന് ഈ വണ്ടിക്ക് $85,000. നമ്മളെ പോളും ഒരു സെയിൽസ്മാൻ ആണല്ലോ. അവൻ പറയും ഒരു 65 തരാണെങ്കിൽ ഞാൻ എടുക്കാന്ന്. അപ്പൊ ആ കാർ സെയിൽസ്മാൻ അത് സമ്മതിക്കാം. എന്നിട്ട് അയാൾ എത്ര രൂപ EMI ഇടണമെന്ന് ചോദിക്കാ. എന്ത് EMIയോ? റെഡി ക്യാഷ് എന്ന് പറഞ്ഞ് പോൾ സൂക്കേസ് തുറന്ന് കാണിച്ചു കൊടുക്കുക. ഇത് കണ്ട് ആ സെയിൽസ്മാൻ ഞെട്ടിപ്പോകുന്നുണ്ട്. ശേഷം അയാൾ ആ വണ്ടി എടുത്ത് നേരെ ഓഫീസിലോട്ട് പോവാ. ആ വരവ് ഒന്ന് കാണേണ്ടത് തന്നെയാട്ടോ. പോർഷ കാറിൽ കോട്ടും സൂട്ടാക്കിയിട്ട് നല്ല വെച്ച് ലുക്കിലാ വന്നിറങ്ങിയേക്കുന്നത്. അപ്പൊ ഓഫീസിലെ ലേഡി പോളിനോട് ചോദിക്കുന്നുണ്ട് ആളാകെ മാറിപ്പോയല്ലോ എന്ന്. അപ്പൊ പോൾ ഇനി മുതൽ ഇങ്ങനെയാന്നും പറഞ്ഞ് അവൻ നേരെ ജാക്കിന്റെ അടുത്തേക്ക് ചെല്ലാം. ജാക്ക് ഇത് കാണുമ്പോ എന്താ ആകെ സ്റ്റൈലായിട്ടുണ്ടല്ലോ എന്ന് പറയും. അപ്പൊ പോൾ എടാ നമ്മളൊരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ വെൽ സ്റ്റൈലായിരിക്കണം, എങ്കിലേ നമുക്ക് കോൺഫിഡൻസ് കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവനെ പതിയെ പുറത്തേക്ക് വിളിച്ചുകൊണ്ടായി അവന്റെ പുതിയ കാർ കാണിച്ചു കൊടുക്കുക. ഈ സമയം ആ കാർ ഷോറൂമിലെ സെയിൽസ്മാൻ അയാൾക്ക് പരിചയമുള്ള ഒരു ലേഡി ഡിറ്റക്റ്റീവിനെ വിളിക്കുക. എന്നിട്ട് പറയും ഇവിടെ ഒരുത്തൻ കാർ വാങ്ങി. സാധാരണ മിക്ക ദിവസവും വന്ന് ക്യാഷിന്റെ പ്രൈസ് ചോദിച്ചു പോകുന്നവനാ. എന്നാൽ ഇത്തവണ റെഡി ക്യാഷ് എന്ന് അവൻ ആ കാർ എടുക്കും. അതാ എനിക്കൊരു ഡൗട്ട് തോന്നി നിങ്ങളെ വിളിച്ചേ. ഓക്കെ, നീ അവന്റെ ആ വിസിറ്റിംഗ് കാർഡ് ഒന്നുവാ, ഞാൻ അന്വേഷിക്കാതെ പറഞ്ഞ് അവനോടൊന്ന് പോവാ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്നത് പോൾ കാർ കൊണ്ട് വീട്ടിലോട്ട് ചെല്ലുന്നതാ. ഇത് കാണുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാവും. എന്നാൽ മെർലിന് ഇത് കാണുമ്പോൾ ദേഷ്യമാ വരുന്നേ. അവൾ വീണ്ടും നിങ്ങൾക്ക് എവിടുന്നാ ഇത്രയും കാശ് കിട്ടണമെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞില്ലേ പുറത്ത് കുറച്ച് സെയിൽ നടത്തിയതിന്റെ കമ്മീഷനാണെന്ന്. എന്ത് പറഞ്ഞാലും കമ്മീഷൻ. കുറച്ചുകൂടി വിശ്വസിക്കാൻ പറ്റുന്ന നുണ പറ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, എന്ന് നിങ്ങൾ ഈ വീട്ടിൽ കള്ളം പറഞ്ഞു തുടങ്ങിയോ അന്ന് മുതൽ ഈ വീടിന്റെ താളം തട്ടി തുടങ്ങിട്ടോന്ന് എന്ന് പറഞ്ഞ് അവളോടൊന്ന് പോവാ. പോളപ്പോ മെർലിൻ പറഞ്ഞൊന്നും അത്ര കാര്യമായിട്ട് എടുക്കില്ല. കാരണം അവന്റെ മനസ്സറിയാൻ ഇപ്പൊ ആ ചെടിയും അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷുവാ. അവനിപ്പോ കൂടുതൽ ക്യാഷ് ഒക്കെ കിട്ടാനായിട്ട് ആ ചെടിക്ക് ചുറ്റും സൺലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തേക്കാം. അവിടുത്തെ സീൻ കണ്ടാൽ പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ജോണങ്ങളുടെ ഫ്രണ്ട് റോ തന്റെ അനാഥാലയത്തിലേക്ക് കുറച്ചുകൂടി കാശ് കൊണ്ടുവന്ന് പറഞ്ഞ് അവിടേക്ക് വന്നേക്കുന്നതാ. അപ്പൊ പോൾ കഴിഞ്ഞ ആഴ്ചയല്ലേ $10,000 നിങ്ങൾക്ക് തന്നത്, ഇപ്പൊ അനാഥാലയത്തിലെ അംഗങ്ങളുടെ എണ്ണം കൂടി, അതുകൊണ്ട് ചെലവിത്തിരി കൂടുതലാന്ന് അയാൾ പറയാ. പിന്നെ നിങ്ങൾക്കിപ്പോ കാശിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു, പുതിയ കാറൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇയാളപ്പോ ഇതൊക്കെ എന്തിനാ അന്വേഷിക്കണെന്ന് പോൾ അപ്പൊ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ റോ പിന്നെയും ചോദിക്കും എന്റെ ഫ്രണ്ടിന്റെ ചെടി ഇപ്പൊ എങ്ങനെയുണ്ട്, അത് നിങ്ങൾ നന്നായി നോക്കുന്നില്ലേന്ന്. ആ അതൊക്കെ ഞാൻ നന്നായി നോക്കുന്നുണ്ടെന്ന് പോളപ്പോ പറയും. ജോണിന് നിങ്ങളെ ശരിക്കും വിശ്വാസമായതുകൊണ്ടാ ആ ചെടി നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പോയത്. അതുകൊണ്ട് ആ ചെടി മര്യാദയ്ക്ക് നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പോൾ അവിടുന്ന് പോവാ. ഇത് കേൾക്കുമ്പോ പോളിന് ചെറിയൊരു ഡൗട്ട് തോന്നുന്നുണ്ട്, ഇയാൾക്ക് ചെടിയെ പറ്റി അറിയാമോന്ന്. അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് നമ്മളെ കാർ സെയിൽസ്മാൻ പറഞ്ഞു വിട്ടാ ലേഡി ഡിറ്റക്റ്റീവ് മില്ലർ പോളിന്റെ വീട്ടിലോട്ട് വന്നേക്കുന്നതാ. അപ്പോ മെർലിനായിരിക്കും വാതിൽ ഉറക്കുന്നത്. അവൾ പോളിനെ കാണണമെന്ന് പറയുമ്പോൾ മെർലിൻ കാര്യം എന്താന്ന് ചോദിക്കാ. നിങ്ങളുടെ ഹസ്ബൻഡ് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടത്തുന്നതായി ഞങ്ങൾക്കൊരു സംശയമുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് $65,000 കാറാ അയാൾ വാങ്ങിയിരിക്കുന്നത്. അതിനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്കിപ്പോ ഇല്ല. അപ്പൊ മെർലിൻ പോൾ ഇപ്പൊ ഇവിടെ ഇല്ലാന്ന് കള്ളം പറയാ. ഓക്കെ, വന്ന ഉടനെ കോൾ ചെയ്യാൻ പറഞ്ഞ് അവർ നമ്പറും കൊടുത്തിട്ട് അവിടുന്ന് പോവാ. എന്നാ സത്യത്തിൽ ഡിറ്റക്റ്റീവ് അപ്പൊ അവിടുന്ന് പോവില്ലാട്ടോ. കുറച്ചുനേരം അവിടെ മൊത്തം വാച്ച് ചെയ്യാന്ന് പറഞ്ഞ് അവരവരുടെ കാറിൽ പോയിരിക്കും. അതുപോലെ ആ ഡിറ്റക്റ്റീവ് ലേഡി വീട്ടിൽ നിന്ന് പോയതും മെർലിൻ ബാക്കില് പുല്ല് വെട്ടുന്ന വണ്ടി ഓടിച്ചു കളിച്ചുകൊണ്ടിരിക്കുന്ന പോളിന്റെ അടുത്തേക്ക് ചെല്ലാ. എന്നിട്ട് അവനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവസാനം ഞാൻ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ വന്നു, നിങ്ങൾ എന്ത് ഇല്ലീഗൽ ബിസിനസ്സാ ചെയ്യുന്നേ, നിങ്ങൾ അന്വേഷിച്ച് ഒരു പോലീസ് ഡിറ്റക്റ്റീവ് വന്നേണ്ടായി. ഇത് കേട്ട് പോളാകെ പേടിച്ചു പോവാ. എന്ത് പോലീസ് ഡിറ്റക്റ്റീവാ? എടി നിന്നോട് ഞാൻ എല്ലാം പറയാം, പക്ഷെ അതിനു മുമ്പ് ജോണങ്ങളുടെ ഫ്രണ്ട് ആ പാസ്റ്റർ റോൻ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞ് അവൻ വേഗം വണ്ടി എടുത്ത് അവിടേക്ക് പോവാ. ഈ സമയം കാറിൽ വെയിറ്റ് ചെയ്തിരുന്ന ഡിറ്റക്റ്റീവ് മില്ലറും അവനെ ഫോളോ ചെയ്യുന്നുണ്ട്. ശേഷം ചർച്ചിലെത്തി പാസ്റ്റർ റോനെ കാണുന്നപ്പോൾ ആദ്യമേ തന്നെ വീട്ടിൽ വന്നപ്പോൾ ചോദിച്ച ക്യാഷ് എടുത്ത് ടേബിളിൽ വെക്കാ. എന്നിട്ട് പാസ്റ്ററിനോട് നേരത്തെ ചോദിച്ചപ്പോൾ കയ്യിലുണ്ടായില്ല, അതാ തരാഞ്ഞെന്ന് പറയും. അത് കഴിഞ്ഞ് ആ ചെടിയെപ്പറ്റി പാസ്റ്ററിനോട് എങ്ങനെ സംസാരിക്കണമെന്ന് ഓർത്ത് പോൾ അവിടെ കിടന്ന് പരിങ്ങാ. ഇത് മനസ്സിലാക്കിയ പാസ്റ്റർ റോ പോളിനോട് പറയും, നോക്കുമ്പോൾ ജോൺ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു, അവൻ എപ്പോഴും
കഷ്ടപ്പെടുന്നവരെ തേടി പിടിച്ച് സഹായിക്കായിരുന്നു. അതിനവൻ പറയുന്നത്, നമുക്ക് ദൈവം എപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ കാശ് തരുന്നുവോ അത് നമുക്ക് മാത്രമല്ല നമ്മൾ വഴി പാവപ്പെട്ടവരെ സഹായിക്കാൻ കൂടിയാന്നാ. ഇത് കേൾക്കുമ്പോൾ പോളിന് ഭയങ്കര സങ്കടവും. താൻ ഇതുവരെ ചെയ്തത് ഭയങ്കര തെറ്റാണല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കും അത്. ശേഷം അവിടുന്ന് പോകുന്ന പോൾ പെട്ടെന്ന് തിരിച്ചു വന്ന് തൻ്റെ കയ്യിലുള്ള മുഴുവൻ കാശും പാസ്റ്ററെ ഏൽപ്പിക്കുക. അപ്പൊ പാസ്റ്റർ റോം പോളിനൊരു ബൈബിൾ കൊടുക്കുക. ഇത് ജോൺ വായിച്ചിരുന്ന ബൈബിളാ. ഇത് നിന്നെയും ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ പോൾ അവിടുന്ന് പോയതും പോളിനെ ഫോളോ ചെയ്ത് വന്ന ഡിറ്റക്റ്റീവ് ലേഡി മില്ലറും പാസ്റ്റർ റോനെ കാണാനായി ചെല്ലാം. അവളോടെ ചെല്ലുമ്പോൾ പോൾ കൊടുത്തിരിക്കുന്ന ക്യാഷ് മേശപ്പുറത്ത് കാണാം. അപ്പോൾ റോനോട്, നിങ്ങൾക്കും പോളിനും തമ്മിൽ എന്താ ബന്ധം? ബന്ധമൊന്നുമില്ല, അവൻ ഞാൻ നടത്തുന്ന അനാഥാലയത്തിലേക്ക് കുറച്ച് ക്യാഷ് ഡൊണേഷൻ തരാൻ വന്നതാ. അതിന് പോളിന് ഇത്രയും ഡൊണേഷൻ തരാനുള്ളൊരു സാമ്പത്തിക സ്ഥിതി ഒന്നും ആയിട്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. സോ നിങ്ങൾ എനിക്ക് കുറച്ച് ഡീറ്റെയിൽ ആയി ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞ് അവൾ റോനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാ. അവിടുന്ന് സീൻ കട്ടായിൽ പിന്നെ കാണിക്കുന്നത് രാത്രി പോളിന്റെ വീടാ. അവിടെ അപ്പോൾ അവന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. താൻ ഇതുവരെയും ചെയ്തത് തെറ്റാണല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കും അത്. അവസാനം ഉറങ്ങാൻ കഴിയാതെ അവൻ നമ്മുടെ ചെടി വെച്ചിരിക്കുന്ന ഷെഡിൽ ചെന്ന് ജോണിന്റെ ബൈബിളും വായിച്ചിരിക്കുക. ഇതിനിടയിൽ അവൻ ആ ചെടിയെ നോക്കി പറയുന്നുണ്ട്, എന്നാൽ എന്റെ ജോണങ്ങളെ, എന്നോട് ഈ ചെടി വേണ്ടായിരുന്നു. ഇതെന്ന് എന്റെ കൈ കിട്ടിയോ അമ്മ മുതൽ എന്റെ സമാധാനം പോയി. ഇപ്പോ ഞാൻ എന്റെ പഴയ ജീവിതം മിസ് ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം കാണിക്കുന്നത് അപ്പോ പോളിന്റെ വീട്ടിലേക്ക് വീണ്ടും ആ ഡിറ്റക്റ്റീവ് ലേഡി വന്നേക്കാം. ഇത്തവണ ശരിക്കും പോളുണ്ടാവില്ല. അത് മെർലിൻ പറയുമ്പോ, എനിക്കറിയാം ഇവിടെ ഉണ്ടാവില്ലെന്ന്, നിറയെ ഇല്ലീഗൽ ബിസിനസ് ചെയ്യാനുള്ളതല്ലേ, സാരില്ല ഞാൻ കണ്ടുപിടിച്ചോളാന്ന് പറഞ്ഞ് അവനവിടുന്ന് പോവാ. അവനവിടുന്ന് പോയതും മെർലിൻ പോളിനെ വിളിക്കുന്നുണ്ട്. പോളപ്പോ സ്ഥിരം ചായ കുടിക്കുന്ന കോഫി ഷോപ്പിൽ നിന്ന് കോഫി വാങ്ങാനായി നിൽക്കുക. മെർലിന്റെ കോള് കാണുമ്പോൾ അവൻ ആ കോള് കട്ട് ചെയ്യാ. ഇപ്പോഴും എല്ലാം തുറന്നു പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അവനായിട്ടില്ല. പിന്നെ ഇതിന്റെ പിന്നാലെ ഡിറ്റക്റ്റീവ് മില്ലറും പോളിനെ കോൾ ചെയ്യുന്നുണ്ട്. പുതിയ നമ്പറിൽ നിന്ന് കോള് വന്ന കാരണം അവൻ ആ കോൾ എടുക്കും. ഞാൻ ഡിറ്റക്റ്റീവ് മില്ലറാണ്, എനിക്ക് നിങ്ങളെ ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ അവൻ ആ കോള് നൈസായിട്ട് കട്ട് ചെയ്യാം. ശേഷം പോൾ ചായ വാങ്ങി തിരിച്ചിറങ്ങുമ്പോൾ നമ്മുടെ സ്ഥിരം പിച്ചക്കാരൻ വീണ്ടും പോളിന്റെ മുമ്പിൽ കൈ നീട്ടും. എന്നാൽ ഇത്തവണ പോൾ അവന് കൈ നിറയെ ക്യാഷ് കൊടുക്കാം. ഇതപ്പോ നമ്മുടെ പോളിനെ അന്വേഷിച്ചു വരുന്ന നമ്മളെ ഡിറ്റക്റ്റീവ് മില്ലർ കാണുന്നുണ്ട് കേട്ടോ. പോൾ അവിടുന്ന് പോയതും ആ ഡിറ്റക്റ്റീവ് ലേഡി മില്ലർ ആ പിച്ചക്കാരൻ്റെ അടുത്ത് നിന്ന് അയാൾ എന്തിനാ നിനക്ക് ഇത്രയും ക്യാഷ് തന്നെന്ന് ചോദിക്കും. അപ്പൊ ആ പിച്ചക്കാരൻ, അതൊന്നും എനിക്കറിയില്ല മാഡം, സാധാരണ 10 പൈസ തരാത്തവനാ, ഇപ്പതേ കുറെ ക്യാഷ് തന്നേക്കോ. ഉവടാ, ഇതുവരെയും 10 പൈസ തരാത്ത ആള് നിനക്കിപ്പോ ഒന്ന് കുറെ പൈസ തരും. സത്യം പാടാ, നീ അവനും ഡ്രഗിന്റെ ബിസിനസ് അല്ലേ ചെയ്യണെന്ന് പറഞ്ഞ് മില്ലർ ആ പിച്ചക്കാരനെ പിടിച്ചുകൊണ്ട് പോവാ. ഇതേ സമയം മെർലിൻ വിളിച്ചിട്ട് പോൾ ഫോൺ എടുക്കാതെ തുടർന്ന് അവൾ പോളിനെ അന്വേഷിച്ചിറങ്ങാ. പോളപ്പോ ജാക്കിന്റെ ഒപ്പം ആ ഫാക്ടറിയിലായിരിക്കും കേട്ടോ. അവിടെ വെച്ചാൽ ജാക്കിനോട് പറയുന്നുണ്ട്, ദാ ഞാനാകെ പെട്ടിരിക്കാ. ആ കാർ വാങ്ങിയതിൽ പിന്നെ പോലീസ് എന്റെ വീട്ടിലോട്ട് അന്വേഷിച്ചു വന്നു. ഞാനെന്തോ ഇല്ലീഗൽ ബിസിനസ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞ്. ഞാനപ്പോ ഈ ഫാക്ടറി വിൽക്കുന്നതിന്റെ കമ്മീഷൻ നീ അഡ്വാൻസ് ആയി തന്നതുകൊണ്ടാ ഇതൊക്കെ വാങ്ങിയേക്കണേന്ന് പറഞ്ഞേക്കണേ. പോലീസുകാരോ മെറിനോ ചോദിക്കുകയാണെങ്കിൽ നീ അങ്ങനെ തന്നെ പറയണടാ, നീ എന്തൊക്കെയാണ് ഈ ചെയ്തു വെച്ചേക്കണേന്ന് ജാക്കപ്പ അവനോട് ചോദിക്കുന്നുണ്ട്. അതേപോലെ പോളിനെ തേടി ഇറങ്ങിയ മെറിനും മോളും ഇപ്പൊ ഫാക്ടറി എത്തിയിട്ടോ. അവരെ തെരഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയം അമ്മ എന്ന് പറഞ്ഞൊരു ഒച്ച പോളും ജാക്കും കേൾക്കാം. ഉടനെ അവർ ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ചെല്ലും. അവിടെ ചെന്ന് നോക്കുമ്പോൾ പോളിന്റെ മകൾ ഫാക്ടറിയുടെ മുകളിലത്തെ നിലയിന്ന് താഴേക്ക് വീണേക്കാം. ഒരർത്ഥത്തിൽ പറഞ്ഞ ഇതിന്റെ കാരണം പോൾ തന്നെയാട്ടോ. ജാക്കിനോട് കുറച്ച് ഉടായ്പ പണി പറഞ്ഞു കൊടുത്തില്ലേ, അതിലൊന്നാണ് മുകളിലത്തെ കൈവരി. അത് കൃത്യമായി പിടിപ്പിക്കാത്തതുകൊണ്ടാ പോളിന്റെ മകൾ ഇപ്പോൾ താഴേക്ക് വീണേ. അവിടുന്ന് സീൻ കട്ടയിൽ പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാ. തലയ്ക്ക് നല്ല ഇഞ്ചുറി പറ്റിയതിനാൽ ഓപ്പറേഷൻ വേണമെന്ന് പറയും. ഈ സമയം പോൾ ഭാര്യയുടെ മകളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവരത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അപ്പോ പോളിനാകെ സങ്കടാവും. താൻ കാരണമാണല്ലോ മോൾക്ക് ഇങ്ങനെയും കൂടി സംഭവിച്ചെന്ന് ഓർക്കുമ്പോൾ അവനാകെ തകർന്നു പോവാ. പിന്നെ മോളുടെ ഓപ്പറേഷൻ അത് സക്സസ് ആയി നടന്നോട്ടോ. ശേഷം പോൾ വീണ്ടും മെറിനോട് സംസാരിക്കാൻ ചെല്ലുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഒഴിഞ്ഞു മാറും. അവനപ്പോ അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. എടി, തെറ്റൊക്കെ എന്റെ ഭാഗത്താ, എന്നോടൊന്ന് ക്ഷമിക്കണേന്ന് പറഞ്ഞ്. ഇത് കാണുമ്പോൾ മെറിലിന് സങ്കടവും. അവളും അവൻ്റെ ഒപ്പിരുന്ന് കരയാ. അത് കഴിഞ്ഞവൻ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന മകളുടെ അടുത്ത് നിന്ന് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ മുകളിലോട്ട് നോക്കി ദൈവത്തോട് പറയും, ദൈവമേ, ഞാൻ ചെയ്തതിന് നീ എന്നെ ശിക്ഷിക്ക്, എന്റെ കുടുംബത്തെ വെറുതെ വിടുന്നു. എന്തോ പെട്ടെന്നപ്പോ അവന്റെ മകൾ കണ്ണു തുറക്കൂട്ടോ. ഇത് കാണുമ്പോൾ അവന് ഭയങ്കര സന്തോഷവും. ഇത് കഴിഞ്ഞപ്പോൾ അവന്റെ മകനോട് പോയി സംസാരിക്കുന്നുണ്ട്. എന്നാൽ അവൻ പോളിനോട് ദേഷ്യപ്പെട്ട് മുറി കയറി കഥ കടയ്ക്കാ. അപ്പൊ പോൾ ആ മുറിയുടെ പുറത്ത് നിന്ന് മകനോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ആ മകൻ വാതിലോർന്ന് പോളിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് അവനോടും സോറി പറയാ. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചെന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മുടെ ഡിറ്റക്റ്റീവ് ലേഡി മില്ലർ പോലീസിനെയും കൂട്ടി പോളിന്റെ വീട്ടിലേക്ക് വരുന്നത്. എന്നിട്ട് പോളിനോട് നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയും. കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ
നിങ്ങളുടെ ഇല്ലീഗൽ ബിസിനസ് ചെയ്ത് അനധികൃതമായി കാശ് സമ്പാദിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കൊരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതേക്കുറിച്ച് അന്വേഷിക്കാനെന്ന് പറഞ്ഞ് അവർ പോളിനെയും അവൻ വാങ്ങിയ കാറും മറ്റെല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോകും. അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് ജയിലിൽ കിടക്കുന്ന പോളിനെയാ. അപ്പൊ അവിടെ വെച്ച് മില്ലർ പറയുന്നുണ്ട്, ഇനി ഈ ക്യാഷൊക്കെ എങ്ങനെ കിട്ടിയെന്ന് അറിയുന്നവരെ നീ ജയിലിലാണെന്ന്. ഇത് കേട്ട് പോൾ ആകെ സങ്കടപ്പെടാ. കാരണം ക്യാഷ് ചെടിയുന്നാ കിട്ടിയെന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അങ്ങനെ അതൊക്കെ ഓർത്ത് തലയിൽ കൈവച്ചിരിക്കുമ്പോഴാണ് അടുത്ത സെല്ലിൽ നിന്നൊരു വിളി വരുന്നത്. പോളെന്നും പറഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ പാസ്റ്റർ റോ ആയിരിക്കും. പാസ്റ്റർ റോ, നിങ്ങളെങ്ങനെ ഇവിടെ എത്തിയേ? അത് നീ വീട്ടിൽ വന്ന് കുറച്ച് ക്യാഷ് തന്നില്ലേ, അതിന് നീയും ഞാനും തമ്മിൽ ഇല്ലീഗൽ ബിസിനസ് നടത്തുന്നുണ്ടെന്നും പറഞ്ഞ് ആ ഡിറ്റക്റ്റീവ് ലേഡി എന്നെയും പിടിച്ചുകൊണ്ട് വന്നു. ഓ, എല്ലാത്തിനും കാരണം ഞാനാണല്ലോ. എൻ്റെ ഈ നശിച്ച സ്വഭാവമാണല്ലോ. അങ്ങനെയൊന്നുമില്ല പോൾ. നീ പറഞ്ഞ പോലെ മുമ്പ് നീ അങ്ങനെ ഒരു പേഴ്സൺ ആയിരിക്കും. എന്നാ ഇപ്പൊ ആ ചെടി നിന്നെ മാറ്റിയിരിക്കണു. അപ്പൊ പോൾ, നിനക്ക് ആ ചെടിയെ പറ്റി അറിയാമായിരുന്നോ? എനിക്കെല്ലാം അറിയാം പോൾ എന്ന് പറഞ്ഞ് പാസ്റ്റർ റോ കുറെ കാര്യങ്ങൾ പറയാ. ഇതിനു മുമ്പ് ജോണും നിന്നെപ്പോലെ ഒരു സെൽഫിഷ് പേഴ്സൺ ആയിരുന്നു. ആദ്യം ഞാൻ അവൻ ആ ചെടി കൊടുത്തപ്പോൾ അവന് നിന്നെപ്പോലെ അനാവശ്യമായി കാശ് ചെലവാക്കുമായിരുന്നു. എന്നാൽ പിന്നീട് അവൻ ചിന്തിച്ച് മാറാൻ തുടങ്ങി. അർഹതപ്പെട്ടവർക്കും ആവശ്യക്കാർക്കും അനാഥാർക്കും വേണ്ടി പിന്നീട് അവൻ ആ ക്യാഷ് ചെലവാക്കി. പിന്നെ അവൻ എന്നോട് എപ്പോഴും ജോണിന്റെ പണ്ടത്തെ സ്വഭാവം പോലെയാണ് നിന്റെ സ്വഭാവം എന്ന് പറയുമായിരുന്നു. നീയും മാറണമെന്ന് അവൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് അവന്റെ മരണശേഷം ഞാൻ നിന്നെ സെലക്ട് ചെയ്ത് ആ ചെടി നിന്റെ അടുത്തേക്ക് തന്നുവിട്ടത്. അപ്പൊ പോൾ, ഇപ്പോ എനിക്കെല്ലാം മനസ്സിലായി പാസ്റ്റർ. പക്ഷേ ഞാൻ മാറിയെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലായി? അതിനൊരാൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. നോക്കുമ്പോ അടുത്ത സെല്ലിൽ നമ്മുടെ പിച്ചക്കാരൻ. ഇയാളെങ്ങനെ ഇവിടെ വന്നു? എങ്ങനെ വന്നൂന്നോ? നീയും ഞാനും തമ്മിൽ ഡ്രഗിന്റെ ബിസിനസ്സാ ചെയ്യുന്നേ, അതിന്റെ ക്യാഷ് എനിക്ക് തന്നെന്നും പറഞ്ഞ് ആ പെണ്ണ് എന്നെയും പിടിച്ചു തോന്നു. ഇനി ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് തോന്നണില്ല. അയ്യോ, ഞാൻ കാരണം ഇയാളും കൂടി പെട്ടല്ലോ. അപ്പൊ പാസ്റ്റർ, പേടിക്കണ്ട പോൾ. നീ ജീവിതത്തിൽ ചെയ്ത നന്മകളും ഇനി ചെയ്യാൻ പോകുന്ന നന്മകളും നിന്നെ ഇവിടുന്ന് രക്ഷിക്കുമെന്ന് പറയും. പാസ്റ്റർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഡിറ്റക്റ്റീവ് മില്ലർ വന്ന് എല്ലാവരുടെയും സെല്ല് തുറക്കാം. പോൾ ചെലവാക്കിയ ക്യാഷെല്ലാം ജാക്ക് അവന്റെ ഫാക്ടറി വിൽക്കുന്നതിന്റെ കമ്മീഷൻ അഡ്വാൻസായി കൊടുത്തതാണെന്ന് ലീഗലായി മാറ്റി ഇവിടെ പ്രസന്റ് ചെയ്തു. അതോടെ അവർക്കൊന്നും പിന്നെ ചെയ്യാൻ പറ്റാതായി. അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ചൈൽഡ് ഫൗണ്ടേഷന് വേണ്ടി ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു മീറ്റിംഗ് ആയിരിക്കും. അവിടെയപ്പോ നമ്മുടെ പോളും ജാക്കും മെർലിനും ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെയപ്പോ പാസ്റ്റർ റോ പ്രസംഗിക്കുന്നതിനിടയിൽ ഈ ഫൗണ്ടേഷന് ഏറ്റവും കൂടുതൽ പൈസ തന്നത് പോൾ ആണെന്ന് പറഞ്ഞ് അവനെ അങ്ങോട്ട് വിളിക്കാം. അപ്പോ പോൾ പറയുന്നുണ്ട്, ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവൻ അവന്റെ ആ പുതിയ കാറും മറ്റു സാധനങ്ങളും കൂടി അവിടെ വെച്ച് ഡൊണേറ്റ് ചെയ്യുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നത് പോളും അവന്റെ വൈഫും എല്ലാം ആ നാട് വിട്ട് പോണതാ. അവര് പോണത് വേറെങ്ങുമല്ല, മെറിലിനൊക്കെ വളർന്ന ചെറുപ്പത്തിലെ ജോണങ്ങളുടെ ഒരു പഴയ വീടുണ്ട് അവിടേക്കാ. അവിടെ ഇപ്പോ ജോണങ്ങളുടെ വൈഫ് കുറച്ച് കുട്ടികളൊക്കെ വളർത്തുന്നുണ്ടായിരിക്കട്ടോ. ഇവരെ കാണുമ്പോൾ വേഗം ഇവരുടെ അടുത്തേക്ക് ചെല്ലാം. ശേഷം പോളും മെറിനും കൂടി ചേർന്ന് അത് കുറച്ചുകൂടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തീരുമാനിക്കാം. ഇത് കേൾക്കുമ്പോൾ ആന്റിക്ക് ഭയങ്കര സന്തോഷവും. പിന്നെ എല്ലാവരും കൂടി ചേർന്ന് ജോണങ്ങളുടെ ചിതാഭസ്മം അവിടെയുള്ള ഒരു പുഴയിൽ ഒഴുക്കാട്ടോ. ജോണങ്ങളും അവരുടെ കൂടെ ഉണ്ടാവും എന്നൊരു വിശ്വാസത്തിനായിരിക്കും അത്. അങ്ങനെ ഈ സിനിമ അവിടെ അവസാനിക്കാട്ടോ. സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലോ എന്നൊക്കെ കമന്റിൽ പറയാ. അപ്പോൾ പുതിയൊരു മൂവിയായി വന്നതായിരിക്കും. ബൈ.